എക്സാമ്പിൾ പറഞ്ഞുതരാം. എ ഹു ഈസ് ഇൻഡക്റ്റഡ് ടു ബി സെൽസ് ഈസ് പ്രോപ്പർട്ടി ടു സി. അതായത് സി ആൻഡ് സി പ്രോമിസസ് ടു പേ ഓഫ് ദ ഡെപ്റ്റ് ടു ബി. ഇൻ ദ കേസ് സി ഫെയിൽസ് ടു പേ, ബി ഹാസ് നോ റൈറ്റ് ടു സ്യൂ സി ബീങ് സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട്. അതായത് എന്താണെന്ന് വെച്ചാൽ എയും ബിയും കൂടി ആയിരിക്കും ഒരു ഡീലിങ്സ് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത്. അപ്പം ബി എന്തായിരിക്കും, എക്ക് പൈസ കൊടുക്കാനുണ്ട് എന്ന് കരുതാം. അപ്പം എന്ത് ചെയ്യും, ബി എന്ത് ചെയ്യും, അയാളുടെ പ്രോപ്പർട്ടി സിക്ക്, ഒരു സി എന്ന് പറഞ്ഞ ആൾക്ക് സെല് ചെയ്യാനെന്ന് ചോദിച്ചോ. അപ്പം അത് സെല് ചെയ്തിട്ട് സി എന്ത് പറയുന്നു, സി എന്ന് പറഞ്ഞ പേഴ്സൺ ഒരു പ്രോമിസ് വെക്കുന്നു, അയാളുടെ കടം സി പ്രോമിസസ് ടു പേ ഓഫ് ദ ഡെപ്റ്റ് ടു ബി, ബിയുടെ കടം സി അടയ്ക്കാന്നുള്ളത് ഒരു പ്രോമിസ് വെക്കുകയാണ്. പക്ഷെ ഇവിടെ എഗ്രിമെന്റിൽ ആരാണുള്ളത്, എയും ബിയും ആണുള്ളത്, അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൽ ആരാണുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു കൺസിഡറേഷനിൽ ആരാണുള്ളത്, എയും ബി ആണുള്ളത്. ഓക്കെ, ഇപ്പം സിക്ക് ബി അയാളെ പ്രോപ്പർട്ടി സെല് ചെയ്തിട്ട് സി പൈസ ബിൻ്റെ കടം തീർക്കാമെന്ന് പ്രോമിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇൻ കേസ് സിക്ക് ആ പൈസ കൊടുക്കാൻ പറ്റിയില്ല എന്ന് കരുതാം, സി ആ പൈസ കൊടുക്കാൻ ഫെയിൽ ആവുകയാണെങ്കിൽ എക്ക് സിനോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ടാവും? ഒരിക്കലുമില്ല. എ ആരെടുത്തായിരിക്കും അയാളുടെ പൈസയ്ക്ക് വേണ്ടി ചോദിക്കുക, ബീൻ്റെ അടുത്തായിരിക്കും. ഇവിടെ സി ആരായിരിക്കും, എപ്പോഴും സ്ട്രേഞ്ചർ ആയിരിക്കും. അപ്പോൾ ഇവിടെ സി എന്ന് പറയുന്നതാണ് സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് പ്രകാരം സി എപ്പോഴും ആരായിരിക്കും, പുറമേയുള്ളത് സ്ട്രേഞ്ചർ ആയിരിക്കും. ഇതിൽ എയും ബിയും മാത്രമായിരിക്കും ഇൻവോൾവ് ആയിട്ടുണ്ടാവുക. ഇപ്പോൾ കറക്റ്റ് മനസ്സിലായില്ലേ? അതാണ് സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് എന്ന് പറയുന്നത്. പിന്നെ ബെനിഫിഷ്യറി അണ്ടർ ട്രസ്റ്റ് ഓർ ചാർജ്, അതായത് ചില എക്സംഷൻസ് ഉണ്ട് ഈ സ്ട്രേഞ്ചർ ടു കോൺട്രാക്റ്റിൽ. ചില എക്സംഷൻസ് കേസ്, അതായത് ചില ആൾക്കാർക്ക് മാറി നിൽക്കാം. ആരൊക്കെയാണ്? ഫസ്റ്റ് വൺ, ബെനിഫിഷ്യറി അണ്ടർ ട്രസ്റ്റ് ഓർ ചാർജ്. ഇൻ ദ കേസ് ഓഫ് ട്രസ്റ്റ് ദ ബെനിഫിഷ്യറി മേ എൻഫോഴ്സ് ടു ദ കോൺട്രാക്ട്. അതായത് ട്രസ്റ്റുകൾ ഉണ്ടാവില്ലേ, ചില ട്രസ്റ്റുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റ് കാര്യങ്ങൾ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് എക്സംഷണൽ കേസാണ് ഫസ്റ്റ്. രണ്ട്, മാരേജ് സെറ്റിൽമെൻറ്റ്. മാരേജ് സെറ്റിൽമെൻറ്റിലും ഇപ്പം പറഞ്ഞ നമ്മൾ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് കേസ് എക്സംഷണലാണ്. മൂന്നാമത്തത് എക്നോളജ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി ഓർ എസ്റ്റോപ്പൽ. അതായത് ഇൻ ദ കേസ് ഓഫ് എൻ എക്നോളജ്മെൻറ്റ് ഓഫ് ലയബിലിറ്റി ഓർ പാസ്റ്റ് പെർഫോമൻസ് ദെയർ ഓഫ്, അതായത് മുന്നേ പഴയ ലയബിലിറ്റീസ് ഒക്കെ ഉള്ളതുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലും ഇതെന്തായിരിക്കും, എക്സംഷണൽ കേസാണ്. പിന്നെ ഫാമിലി സെറ്റിൽമെൻറ്റിലും നമ്മൾ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എക്സംഷണൽ ആണ്. ഫിഫ്ത്ത് പോയിന്റ്, അസൈൻമെൻറ്റ് ഓഫ് എ കോൺട്രാക്ട്. കോൺട്രാക്ട് അസൈൻമെൻറ്റിൻ്റെ കേസിലും എന്താണ്, അത് എക്സംഷണൽ ആയിരിക്കും. അപ്പോൾ 5 കേസിൽ എക്സംഷണൽ ആണ്. അപ്പോൾ എക്സംഷണൽ ടു സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു ദ കൺസിഡറേഷനും മനസ്സിലായില്ലേ? രണ്ടും ഡിഫറൻസ് ഉണ്ട്. കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, നമ്മൾ ഇതിലുള്ള ആളാതല്ലാതെ പുറമെ ഒരാൾ ഈ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുക, അയാളുമായിട്ടുള്ള ഡീലിങ്സ്, അതിലൊരു പേഴ്സണെ അതിന് എന്തായിരിക്കുള്ളൂ, ആ വ്യക്തിയായിട്ട് ഒരു പ്രോമിസ് ഉണ്ടായിരിക്കുള്ളൂ. അതായത് അതൊരു ലീഗൽ എന്താ പറയുക, ഫോർമാറ്റിലോ കാര്യങ്ങളിലോ ആയിരിക്കില്ല ഒരു പ്രോമിസ്, അതും അതർ പേഴ്സൺ ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതർ പേഴ്സൺ ആയിരിക്കും സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അയാൾക്ക് ഇതിനുള്ള മുകളിലുള്ള ഒരു റൈറ്റും ഉണ്ടായിരിക്കില്ല. ഓക്കെ, അതിൽ കുറച്ച് 5 കേസ് എക്സംഷണൽ കേസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു ഫാമിലി സെറ്റിൽമെൻറ്റ്, മാരേജ് സെറ്റിൽമെൻറ്റ്, എക്നോളജ്മെൻറ്റ് ഓഫ് പാസ്റ്റ് ലയബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ലീഗാലിറ്റി ഓഫ് അഗ്രിമെൻറ്റ്സ് വിത്തൗട്ട് കൺസിഡറേഷൻ. അതായത് കൺസിഡറേഷൻ ഇല്ലാത്ത എഗ്രിമെൻറ്റ്സിൻ്റെ കുറച്ച് നിയമങ്ങൾ. എഗ്രിമെൻറ്റ്സ് ഇൻ ഫസ്റ്റ് വൺ, എഗ്രിമെൻറ്റ്സ് ഇൻ റൈറ്റിംഗ് ആൻഡ് രജിസ്റ്റേർഡ്. അതായത് നമ്മൾ നോക്കാൻ പോകുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താണ്, ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. അതായത് ഫസ്റ്റ് പോയിന്റ് ആണ് ഫോർബിഡൻ ബൈ ലോ. ഞാൻ ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് എഴുതുന്നേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ, ഫോർബിഡൻ ബൈ ലോ. അതായത് എന്താ ഫോർബിഡൻ ബൈ ലോ എന്ന് പറഞ്ഞാൽ എന്താ, if the object or the consideration of an agreement is the doing of an act forbidden by law, the agreement is void. അതായത് നിയമത്തിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് ചെയ്യുന്ന എന്തൊക്കെ
കൺസിഡറേഷനിലെ ചില ഒബ്ജക്ട്സ് ആണ് നമ്മൾ പറഞ്ഞത്. അതിലെ ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ട് എന്താണോ അതിൽ കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യുന്ന ആ സംഭവം കേട്ടോ, അത് ഫോർബിഡൻ ബൈ നിയമത്തിൻ്റെ കണ്ണുവെട്ടിച്ചിട്ട് ചെയ്യുന്ന പ്രകാരമാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. അത് വോയിഡ് എഗ്രിമെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. An act or an understanding the forbidden by law when it is punishable by the criminal law of the country or when it is prohibited by special legislation derived from the legislature. അങ്ങനെ കണ്ണ് വെട്ടിച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പിടിക്കപ്പെടുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പണിഷബിൾ ആണ്. അതേപോലെ പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ഓക്കെ, നിയമപ്രകാരം പ്രൊഹിബിറ്റഡ് ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി പണിഷബിൾ ആയിരിക്കും. ക്രിമിനൽ ലോ ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യും. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. സെക്കൻഡ് വൺ എന്താ, ഇഫ് ഇറ്റ് ഡിഫീറ്റ്സ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. അതായത് രണ്ടാമത്തെ പോയിന്റ് ഡിഫീറ്റ്സ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ എന്ന് വെച്ചാൽ എന്താ, if it is of such a nature that if permitted it would defeat the provision of any law. In other words, if the object or the consideration of an agreement of such a nature that though not directly forbidden by law it would be defeat the provision of the law, the agreement is void. അതായത് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ, അതായത് നേരിട്ട് തന്നെ നിയമത്തിൻ്റെ കണ്ണ് വെട്ടിക്കുക, അതായത് അതിലെ പ്രൊവിഷൻസും കാര്യങ്ങളൊന്നും പാലിക്കാണ്ട്, അതായത് ഈ അഗ്രിമെൻറ്റിൽ വന്നിട്ടുണ്ടാവും പക്ഷെ അതിൽ പറയുന്ന കണ്ടീഷൻസും കാര്യങ്ങളൊന്നും പാലിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, ഇപ്പം ഡയറക്റ്റ്ലി ഫോർബിഡൻ ബൈ ലോ ആയിരിക്കും. അതേപോലെ പ്രൊവിഷൻസ് കാര്യങ്ങളും ഒക്കെ ഡിഫീറ്റ് ദ പ്രൊവിഷൻ ആയിരിക്കും. നിയമം പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടുള്ളതായിരിക്കും. ഡയറക്റ്റ്ലി ഫോർബിഡൻ ബൈ ലോ ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി വോയിഡ് ആണ്. അതും നമുക്ക് എന്താണ് പറയുന്നത്, ക്രിമിനൽ അഗ്രിമെൻറ്റ് വോയിഡ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ് എന്താണ് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് ഫ്രോഡുലൻറ്റ്, അതായത് ഫ്രോഡായിട്ട് നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ കുറേ കാര്യങ്ങൾ, ഫ്രോഡ്, കൊയേഷൻ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ. അതേപോലെ ഫ്രോഡായിട്ട്, അതായത് ഫ്രോഡ് എപ്പോഴും എന്തായിരിക്കും, ഇൻറ്റൻഷനലി ഡൂയിങ് ആയിരിക്കും. മിസ്റെപ്രസെൻറ്റേഷൻ നമ്മൾ പഠിച്ചത് ഇന്നസെൻ്റ്ലി ആയിരിക്കും, ഇത് ഇൻറ്റൻഷനലി ആയിരിക്കും. അപ്പോൾ ഇൻറ്റൻഷനലി തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളൊരു ഫ്രോഡായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിലേക്ക് കടന്നിട്ട് അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസിഡറേഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒബ്ജക്റ്റിൻ്റെ മേലാണെന്നുണ്ടെങ്കിലും ഇറ്റ് ഷുഡ് ബി എന്തായിരിക്കും, പണിഷബിൾ. അത് ലീഗൽ ഒബ്ജക്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. പിന്നത്തെ പോയിന്റ് എന്താ, ഇഫ് ദ കോർട്ട് റിഗാർഡ്സ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഓർ ഒപ്പോസ്ഡ് ടു ദ പബ്ലിക് പോളിസി. അതായത് പബ്ലിക്കിന് ഇമ്മോറൽ ആയിട്ടുള്ളത്, അതായത് ഇതിലെല്ലാം പറയണത് നമ്മൾ മെയിനായിട്ട് ലോ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലോ, ഒരു നിയമത്തിൻ്റെ റൂൾസിൽ, സെറ്റ് ഓഫ് റൂൾസിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ, അതായത് പബ്ലിക്കലി നമ്മൾ എന്താ പറയുക, കുറച്ച് ഇമ്മോറൽ വാല്യൂസൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ടാകും. അത് ഇമ്മോറലായിട്ട്, അതും അതിനെ കൺസിഡർ ചെയ്ത് ഇമ്മോറൽ ആക്ടിവിറ്റി ആയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റിലേക്ക് അല്ലെങ്കിൽ അതൊരു കൺസിഡറേഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക്കലി അത് ഇമ്മോറൽ ആണെന്നുണ്ടെങ്കിലും അതെന്താണ്, വോയിഡാണ്. അതേപോലെ കോർട്ട് പണിഷബിൾ ആണ്. ജസ്റ്റ് ഞാൻ വായിച്ചു തരാം. ആൻ അഗ്രിമെൻറ്റ് ഹൂസ് ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഈസ് ഇമ്മോറൽ ഓർ ഈസ് ഒപ്പോസ്ഡ് ടു ദ പബ്ലിക് പോളിസി ഈസ് വോയിഡ്. അത്രേ ഉള്ളൂ. അതായത് പബ്ലിക് പോളിസിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു അഗ്രിമെൻറ്റിലേക്കാണ് നമ്മൾ വരുന്നതെന്നുണ്ടെങ്കിൽ 22 പാർട്ടീസ് ഇമ്മോറൽ ആണെന്നുണ്ടെങ്കിലും ഇറ്റ് ഷുഡ്, അതും വോയിഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും പോയിൻറ്റ്സ് ആണ് ലീഗൽ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞ പോയിന്റിൽ നമ്മൾ പഠിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ എന്തൊക്കെ നോക്കി, കൺസിഡറേഷൻ എന്താണെന്ന് നോക്കി. കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ സംതിങ് ഇൻ റിട്ടേൺ ആണ്. അതായത് നമുക്ക് നമ്മൾ ചെയ്ത എന്തെങ്കിലും, അതായത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റോ അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും റൈറ്റിനെയാണ് നമ്മൾ കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ലീഗൽ റൂൾസ് ഫോർ വാലിഡ് കൺസിഡറേഷൻ, ഒരു കൺസിഡറേഷൻ എന്തൊക്കെ വാലിഡ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ റൂൾസ് ഉണ്ടെന്ന് നോക്കി. അതായത് ഡിസയർ ഓഫ് ദ പ്രോമിസർ ഉണ്ടായിരിക്കും, ഡിസയർ ഓഫ് ദ പ്രോമിസി, അതേപോലെ എനി അതർ പേഴ്സൺ, അതേപോലെ അത് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ മൂന്നും കൺസിഡർ ചെയ്തിട്ടായിരിക്കണം ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മളെന്താ നോക്കിയത്, സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്റ്റും സ്ട്രേഞ്ചർ ടു കൺസിഡറേഷനും. എങ്ങനെയാണ് സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു, 2 വ്യക്തികളായിരിക്കും ഉണ്ടാവുക. മൂന്നാമതൊരാൾ അതിൽ വരുന്നുണ്ടെങ്കിൽ അയാൾ ഇതായിട്ട് ബന്ധപ്പെടാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ അങ്ങനെ സ്ട്രേഞ്ചർ ടു ദ കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. പിന്നെ നമ്മൾ നോക്കിയത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. അതിൽ 3-4 പോയിന്റ്സ് നമ്മൾ നോക്കി. ഫോർബിഡൻ ബൈ ലോയും, അതേപോലെ ഇമ്മോറൽ
ഫ്രോഡ് നോക്കി, നമ്മൾ ഇമ്മോറൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇമ്മോറൽ ആയിട്ടുള്ള പബ്ലിക് പോളിസീസ് കാര്യങ്ങൾ നോക്കി. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ചെക്ക് ചെയ്തത്. ബാക്കി എല്ലാ പോയിന്റ്സും കറക്റ്റ് വായിക്കുക, നോക്കിയിട്ട് എക്സാം ആ സമയത്ത് പോവാം. ഓക്കെ, താങ്ക് യു.